17 കാലഘട്ടത്തിൽ അന്ന് ഉണ്ടാക്കിയ ഒരു ടാങ്ക്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഗപ്പി ടാങ്ക് ആയിരുന്നു ആ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നായിരുന്നു ഞാൻ എൻ്റെ മിക്സ്ഡ് ഗപ്പികളെയൊക്കെ വളർത്തിയിട്ട് ഒരു ചെറിയ വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കിയത്. എന്നിട്ടാണ് എൻ്റെ ഫാം ഒന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക വെച്ചിട്ട് ഫാം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ചെറിയൊരു വരുമാനമൊക്കെ നേടാമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ഫാം അല്ലെങ്കിൽ ഒരു ഫാം പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെയാണ് നമ്മുടെ വെളുത്തൂരുള്ള കൈരളി പെറ്റ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ഒരു കൈരളി പെറ്റ്സിലേക്ക് വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഞാനും ഉപ്പയും ഒരു രാത്രി മൊത്തം ഇരുന്നിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫാമും കാര്യങ്ങളും ചെക്ക് ചെയ്തു. അങ്ങനെയാണ് കൈരളി പെറ്റ്സ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ കൈരളി പെറ്റ്സിലേക്ക് പോയി കുറച്ച് ബെറ്റാസും ഗപ്പീസെല്ലാം എടുത്തു വീട്ടിൽ കൊണ്ടുവന്ന് റീസെല് ചെയ്യാനുള്ള ഭാഗത്തിന്. അങ്ങനെ ആ ഒരു ഗപ്പീസും ബെറ്റാസൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെറിയ രീതിയിൽ ചെറിയ ഭരണിയിലും ഗ്ലാസ്സിലൊക്കെ ആയിട്ട് ഫൈറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്